പുതുവർഷമായി ഹായ് പുതുശോഭയെത്തി പാവനാത്മാവിനോടൊപ്പം പുതുതായി തുടങ്ങിടാം സർവം. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, വേദഗ്രന്ഥം എനിക്ക് നൽകിയ ഏറ്റവും നല്ല പ്രാർത്ഥന സങ്കീർത്തനം 74:19. നാം ഒരിക്കൽ കേട്ടതാണ്, മറന്നെങ്കിൽ വീണ്ടും വീണ്ടും കേട്ടോളൂ. മനോഹരമായ പ്രാർത്ഥന. അങ്ങയുടെ ഈ പ്രാവിൻ്റെ ജീവനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. കർത്താവേ, ആരൊക്കെ എന്ത് പറഞ്ഞാലും അങ്ങയുടെ സത്യത്തിൻ്റെ മുമ്പിൽ എനിക്കൊരു നൈർമല്യമുണ്ട്. എന്നാ ദുഷ്ടത്തരമൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിലൊരു സത്യമുണ്ട്. ഞാനൊരു പ്രാവാണ് കർത്താവേ. അങ്ങയുടെ ഈ പ്രാവിൻ്റെ ജീവനെ വന്യമൃഗത്തിന് കൊത്തിപ്പറിക്കാനും കീറിമുറിക്കാനും ചവിട്ടിപ്പൊളിക്കാനും വിട്ടുകൊടുക്കരുതേ. വളരെ ശക്തവും സത്യമുള്ളതും ചങ്കിലേക്ക് കൃപയൊഴുക്കുന്നതുമായ ഒരു അപൂർവ പ്രാർത്ഥന. സങ്കീർത്തനം 74:19. ഈ ആമേൻ വചനം നമ്മുടെ ഒരു യഥാർത്ഥ പ്രാർത്ഥനയായിട്ട് മാറട്ടെ. കർത്താവേ, ആരെന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് എൻ്റെ ഉള്ളിലൊരു സത്യമുണ്ട്. ഞാൻ വെറും ഒരു വഞ്ചകനല്ല, ഞാനൊരു പ്രാവാണ്. എൻ്റെ സത്യം, എൻ്റെ പ്രാവ്, എൻ്റെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കത. ഞാനെന്ന് വ്യക്തിത്വത്തിൻ്റെ പ്രാവ് കാട്ടുമൃഗങ്ങൾക്ക്, വന്യമൃഗങ്ങൾക്ക് വലിച്ചു കീറാൻ വിട്ടുകൊടുക്കരുത്. നമ്മുടെ അനുദിന പ്രാർത്ഥനയുടെ രാഗവും താളവും ഭാവവുമായി സങ്കീർത്തനം മാറട്ടെ. സങ്കീർത്തനം 74:19. അങ്ങയുടെ പ്രാവിൻ്റെ ജീവനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. ആമേൻ. ആമേൻ. ആമേൻ.